തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 7-ാം തന്ത്രത്തിലെ പുതിയൊരു കാണ്ഡത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. മഹേശ്വര പൂജ എന്നാണ് ഈ കാണ്ഡത്തിൻ്റെ പേര്. അതായത് ഒരു ശിവസാധകന്, ഒരു ശിവയോഗിക്ക്, ഒരു ശിവജ്ഞാനിക്ക് നാം ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ അത് മഹാപുണ്യമാണ്. അത് സാക്ഷാൽ ശിവന് തന്നെ കൊടുക്കുന്ന നിവേദ്യമാണ് എന്നാണ് തിരുമൂലദേവൻ ഇവിടെ പറയുന്നത്. നമുക്ക് നോക്കാം. അകരം 1000 ആര്യന്മാർക്ക് ദാനം ചെയ്താലും, ശിഖരങ്ങൾ പൊങ്ങും കോവിൽ 1000 ചമച്ചാലും, ഒരു പകൽ ഊണ് ജ്ഞാനിക്ക് ഏകുന്നതിൽ ഫലത്തിൻ നികരാകയില്ല. സത്യം നിശ്ചയം, സത്യം സത്യം. അകരം 1000 ആര്യന്മാർക്ക് ദാനം ചെയ്താലും, 1000 ഗ്രാമങ്ങൾ ഈ ശിവയോഗികൾക്ക് ദാനം ചെയ്യണം. 1000 ഗ്രാമങ്ങൾ ആര്യന്മാർക്ക്, അതായത് ബ്രാഹ്മണർക്ക് ദാനം ചെയ്തുകൊണ്ട് എന്ത് പ്രയോജനം? അതിനേക്കാൾ വലിയ പ്രയോജനമാണ് ശിവയോഗിക്ക് നൽകുന്നത്. ശിഖരങ്ങൾ പൊങ്ങും കോവിൽ 1000 ചമച്ചാലും, ശിഖരങ്ങൾ പൊങ്ങുന്ന വലിയ വലിയ അമ്പലങ്ങൾ പണിത് സമർപ്പിച്ചാലും അതിനേക്കാളെല്ലാം വളരെ വലുതാണ് പകലൂണ് ജ്ഞാനിക്കേകുക. എന്നാൽ ഒരു നേരത്തെ ഊണ്, ഒരു നേരത്തെ ഭക്ഷണം ശിവജ്ഞാനിക്ക്, ശിവയോഗിക്ക്, ശിവസാധകന് കൊടുക്കുകയാണെങ്കിൽ ഫലത്തിൽ അത് മറ്റൊന്നിനോടും സമമല്ലാതെ വലിയ ദാനമായി ശിവഭഗവാൻ സ്വീകരിക്കും. അപ്പോൾ ഒരു ശിവജ്ഞാനിക്ക് കൊടുക്കുന്ന ഒരു നേരത്തെ ഭക്ഷണം 1000 ഗ്രാമങ്ങൾ നൽകുന്നതിനേക്കാൾ, അതേപോലെ തന്നെ വലിയ വലിയ ദേവാലയങ്ങൾ സൃഷ്ടിച്ച് നൽകുന്നതിനേക്കാൾ എത്രയോ മഹനീയമായ കർത്തവ്യമാണ് എന്നാണ് തിരുമൂലദേവൻ പറയുന്നത്. അപ്പോൾ ഒരു നേരത്തെ ആഹാരം ശിവജ്ഞാനിക്ക് കൊടുക്കുകയാണെങ്കിൽ അതിൽ പരം മഹാസേവ വേറെ ഒന്നുമില്ല. അതുതന്നെയാണ് ഏറ്റവും വലിയ ശിവസേവ. 1000 ഗ്രാമങ്ങൾ ബ്രാഹ്മണർക്ക് കൊടുക്കുന്നതിനേക്കാൾ, അതേപോലെ അനേകം ദേവാലയങ്ങൾക്ക്, ഉന്നത കോടിയിലുള്ള ദേവാലയങ്ങൾ സൃഷ്ടിച്ച് നൽകുന്നതിനേക്കാൾ എത്രയോ മഹനീയമാണ് ഒരു നേരത്തെ ഭക്ഷണം ശിവജ്ഞാനിക്ക് നൽകുക എന്നത്. അതിനേക്കാൾ മേന്മേറിയ മറ്റൊരു സേവയും, മറ്റൊരു ശിവസേവയും, അതിനേക്കാൾ മേന്മേറിയ മറ്റൊരു ശിവസാധനയും ഇല്ല എന്നാണ് തിരുമൂലദേവൻ ഇവിടെ നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇവിടെ ശിവജ്ഞാനിക്ക് കൊടുക്കുന്ന ഭക്ഷണത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ മതി. അതിനേക്കാൾ വലിയ ദാനം, അതിനേക്കാൾ വലിയ ത്യാഗം വേറെയില്ല എന്നാണ് തിരുമൂലദേവൻ പറയുന്നത്. അപ്പോൾ ഇവിടെ ശിവജ്ഞാനിക്ക് കൊടുക്കുന്ന ദാനധർമ്മത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ശിവജ്ഞാനിക്ക് ദാനം കൊടുക്കുമ്പോൾ അത് സർവശ്രേഷ്ഠമായി മാറുന്നു. 1000 ഗ്രാമങ്ങൾ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ശിവജ്ഞാനിക്ക്, അല്ലെങ്കിൽ ശിവയോഗിക്ക്, ശിവസാധകന് ദാനം ചെയ്യുന്നത്. അതിനേക്കാൾ ശ്രേഷ്ഠമായ കാര്യങ്ങളൊന്നുമില്ല. ഭക്ഷണം കൊടുക്കുക, ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക മാത്രം ചെയ്താൽ മതി. അതിലൂടെ ശിവൻ പൂർണ്ണമായി പ്രസാദിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹം ആ കൊടുത്ത വ്യക്തിക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ അന്നദാനത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അന്നദാനം സർവശ്രേഷ്ഠമാണ് എന്നാണ് പറയുന്നത്. അതും ആർക്ക് കൊടുക്കണം? ശിവജ്ഞാനികൾക്ക് കൊടുക്കണം, ശിവയോഗികൾക്ക് കൊടുക്കണം, ശിവസാധകന്മാർക്ക് കൊടുക്കണം. അങ്ങനെ ശിവസാധകന്മാർക്ക് ഭക്ഷണം കൊടുത്താൽ അതിൽ പരം മറ്റൊരു പുണ്യവുമില്ല. ഇതാണ് പറയുന്നത്. അപ്പോൾ ഭക്ഷണം കൊടുക്കുക ശിവജ്ഞാനികൾക്ക്, അതിനേക്കാൾ മേലെയുള്ളൊരു ദാനമില്ല. അന്നദാനം മഹാദാനം എന്ന് പറയുന്നത് തന്നെയാണ്. അന്നദാനത്തിലൂടെ ശിവഭക്തന്മാർക്ക്, ശിവസാധകന്മാർക്ക് അന്നം ദാനം ചെയ്യുന്നതിലൂടെ, അന്നം കൊടുക്കുന്നതിലൂടെ ആ കൊടുക്കുന്നവൻ്റെ ധനം 1000 ഇരട്ടി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്.
ഇവിടെ നാം വള്ളലാരുടെ സേവാ സംഘത്തെക്കുറിച്ചിട്ടാണ് ഓർക്കുന്നത്. വള്ളലാരുടെ ആ സന്മാർഗ സംഘം ഇതേപോലെ അന്നദാനം മഹാദാനം എന്ന നിലയിൽ നിർവഹിക്കുന്നുണ്ട്. തമിഴകത്തെ പല സ്ഥലങ്ങളിലും എല്ലാ ശിവഭക്തന്മാർക്കും അന്നദാനം കൊടുക്കുന്നുണ്ട് ഈ സംഘടനകൾ. അപ്പോൾ അതിലൂടെ ചെയ്യുന്നത് ശിവപൂജ, മഹേശ്വര പൂജ തന്നെയാണ്. അപ്പോൾ ഇവിടെ നാം ഒരു കാര്യം ഓർക്കുക, നമുക്ക് പെരിയ പുരാണത്തിലേക്കൊന്ന് കിടക്കാം. അതിൽ തിരുക്കുറിപ്പ് തൊണ്ടൻ എന്ന് പറഞ്ഞൊരു ശിവഭക്തനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് തിരുക്കുറിപ്പ് തൊണ്ടൻ. ഇത് പെരിയ പുരാണത്തിലുള്ളൊരു സംഭവമാണ്. അതായത് ഈ തിരുക്കുറിപ്പ് തൊണ്ടൻ ഒരു അലക്കുകാരനായിരുന്നു. ജനങ്ങളുടെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ അലക്കി വെളുപ്പിച്ച് ശുദ്ധമാക്കി തൂവെണ്മയുള്ളതാക്കി കൊടുക്കുക. ഇതായിരുന്നു ആ അലക്കുകാരൻ്റെ ജോലി. ഈ അലക്കുകാരൻ 3 പതിറ്റാണ്ടോളം ജോലി ചെയ്തു. ഇദ്ദേഹം ചെയ്ത ജോലി, ഈ അലക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാലം അത്രയും ശിവഭക്തന്മാരുടെയും ശിവജ്ഞാനികളുടെയും അതേപോലെ ശിവസാധകന്മാരുടെയും വസ്ത്രങ്ങൾ അലക്കിയാൽ പ്രതിഫലം വാങ്ങില്ല. അവർ കൊടുത്താലും വാങ്ങില്ല. കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കാതെ ഈ തിരുക്കുറിപ്പ് തൊണ്ടൻ പറയും, ഞാൻ എൻ്റെ മനസ്സിലെ മാലിന്യമാണ് ഇതിലൂടെ കഴുകിക്കളഞ്ഞത്, അതുകൊണ്ട് ഞാൻ ഒരിക്കലും പ്രതിഫലം വാങ്ങില്ല. ഇത് ശിവസേവയാണ്. എൻ്റെ മനസ്സിൻ്റെ മാലിന്യങ്ങൾ കഴുകിക്കളയാൻ വേണ്ടിയാണ് അങ്ങയുടെ വസ്ത്രം ഞാൻ ശുദ്ധീകരിക്കുന്നത് എന്ന് ശിവസാധകനോട്, ശിവഭക്തനോട് പറയും. അങ്ങനെ 10-30 വർഷക്കാലം നിരന്തരം ജോലി ചെയ്യും. ആവശ്യത്തിനുള്ള ഭക്ഷണത്തിനുള്ള വക മാത്രമേ മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിക്കാറുള്ളൂ. അത് ഇദ്ദേഹത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അത് തിരുക്കുറിപ്പ് തൊണ്ടൻ എന്ന പേര് വരാനൊരു കാരണമുണ്ട്. ശിവഭക്തനെ കണ്ടാൽ ഇദ്ദേഹത്തിന് തിരിച്ചറിയാൻ പറ്റും. ശിവജ്ഞാനിയെ കണ്ടാൽ ഇദ്ദേഹത്തിന് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ആ ശിവജ്ഞാനിക്ക് അല്ലെങ്കിൽ ആ ശിവഭക്തന് എന്താണോ അദ്ദേഹം ആഗ്രഹിച്ചത് എന്ന് ഈ തിരുക്കുറിപ്പ് തൊണ്ടന് മനസ്സിലാക്കാൻ കഴിയും. മാനസികമായൊരു കഴിവാണത്. ശിവഭക്തൻ്റെ മനസ്സിൽ എന്താണോ ആഗ്രഹം, എന്തിനു വേണ്ടിയാണോ അദ്ദേഹം ആഗ്രഹിക്കുന്നത്, അതിനെക്കുറിച്ചുള്ള ആ അറിവ് ഈ തിരുക്കുറിപ്പ് തൊണ്ടന് ലഭിക്കുന്നു. ഉടനെ തന്നെ തിരുക്കുറിപ്പ് തൊണ്ടൻ അത് ചെയ്യും. ആ ശിവഭക്തൻ്റെ ആഗ്രഹം എന്താണോ അത് നിറവേറ്റി കൊടുക്കും. ഇങ്ങനെ 10-30 വർഷം കാലം കഴിച്ചു. അപ്പോൾ ഈ തിരുക്കുറിപ്പ് തൊണ്ടൻ്റെ ഈ സേവാപ്രവർത്തനത്തെ പരീക്ഷിക്കാൻ വേണ്ടി സാക്ഷാൽ ഭഗവാൻ ശിവൻ തന്നെ ഒരു ദിവസം തീരുമാനിച്ചു. ഒരു ദിവസം തിരുക്കുറിപ്പ് തൊണ്ടൻ്റെ മുന്നിലൂടെ ഒരു വൃദ്ധ ശിവ യോഗി നടന്നു പോവുകയായിരുന്നു. ആ വൃദ്ധ ശിവയോഗിയുടെ വസ്ത്രം മുഴുവനും മാലിന്യം കൊണ്ട്, അഴുക്കുകൊണ്ട് നിറഞ്ഞതായിരുന്നു. ഈ അലക്കുകാരൻ അത് കണ്ടപ്പോൾ പറഞ്ഞു, അങ്ങയുടെ വസ്ത്രം ഞാൻ അലക്കിത്തരാം. അപ്പോൾ ആ ശിവയോഗി പറഞ്ഞു, എനിക്ക് ആകെ ഒരു വസ്ത്രമേ ഉള്ളൂ, ഇത് ഊരി തന്നാൽ പിന്നെ വൈകുന്നേരം വരെ ഞാൻ കാത്തിരിക്കാം. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും എനിക്ക് തിരിച്ചു തരാമെന്ന് ഉറപ്പ് തരികയാണെങ്കിൽ ഞാൻ ഈ വസ്ത്രം അലക്കാൻ തരാമെന്ന് പറഞ്ഞു. നമ്മുടെ തിരുക്കുറിപ്പ് തൊണ്ടൻ അത് സമ്മതിച്ചു. വൈകുന്നേരത്തിനകം ഇത് അലക്കി വെളുപ്പിച്ച് അങ്ങേക്ക് തരാം. അങ്ങനെ ഈ ശിവയോഗിയിൽ നിന്ന് വസ്ത്രം ഊരി വാങ്ങി അദ്ദേഹം ആ വസ്ത്രം കഴുകി ശുദ്ധമാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ആ സമയത്ത് അതിഭയങ്കരമായൊരു മഴ വന്നു. അതിനേക്കാൾ വലിയൊരു കാറ്റും വന്നു. ഈ കാറ്റത്ത് സകലതും പറന്നു പോയ കൂട്ടത്തിൽ ഈ വസ്ത്രവും അവിടെ നിന്ന് പറന്ന് ദൂരേക്ക് പോയി. ഭയങ്കരമായ മഴ. വൈകുന്നേരമായിട്ടും മഴ നിൽക്കുന്നില്ല. സന്ധ്യസമയമായപ്പോൾ ആ ശിവയോഗി വന്നു. എവിടെ എൻ്റെ വസ്ത്രം? എനിക്ക് വല്ലാതെ തണുത്ത് വിറയ്ക്കുന്നു, ആ വസ്ത്രം തരൂ എന്ന് ചോദിച്ചു. ആ സമയം ഈ തിരുക്കുറിപ്പ് തൊണ്ടന് വസ്ത്രം കൊടുക്കാൻ കഴിഞ്ഞില്ല.
തൻ്റെ വാക്ക് തെറ്റിച്ചല്ലോ, ശിവയോഗിയോടുള്ള തൻ്റെ വാക്ക് തെറ്റിച്ചല്ലോ എന്ന് കരുതി അദ്ദേഹം ഉടനെ തന്നെ ആ അലക്കിയ കല്ലിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ആ അലക്ക് കല്ലിൽ തൻ്റെ തല തല്ലി ചാകാൻ, ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. ആ സമയം ഈ ശിവയോഗി സാക്ഷാൽ ശിവനായി മാറുകയും തൻ്റെ 2 കൈകൾ കൊണ്ട് ആ ശിരസിനെ താങ്ങി പിടിക്കുകയും ചെയ്തു. അതുകൊണ്ട് ആ ശിരസ് കല്ലിൽ മുട്ടിയില്ല. കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഈ തിരുക്കുറിപ്പ് തൊണ്ടൻ കണ്ടത് സാക്ഷാൽ ശിവനെയാണ്. അപ്പോൾ പറഞ്ഞു, നിൻ്റെ സേവയാൽ ഞാൻ അങ്ങേയറ്റം പ്രീതനായിരിക്കുന്നു, നിനക്ക് ഞാൻ സാലോക്യമുക്തി തരുന്നു എന്ന് പറഞ്ഞ് ആ തൊണ്ടന് സാലോക്യമുക്തി കൊടുത്തു. ഇതാണ് പെരിയ പുരാണത്തിലെ തിരുക്കുറിപ്പ് തൊണ്ടൻ്റെ കഥ ചേക്കിഴാർ വിവരിക്കുന്നത്. ചേക്കിഴാർ വളരെ ഗംഭീരമായിട്ട് ഈ സംഭവം വിവരിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ രത്ന ചുരുക്കം മാത്രമേ പറഞ്ഞുള്ളൂ. ഇനി നമുക്ക് നിത്യാനന്ദ ഭഗവാന്റെ വാക്കുകളിലേക്കും കൂടി ഒന്ന് കടന്നു നോക്കാം. അദ്ദേഹം ഒരിടത്ത് പറയുന്നുണ്ട്, ഒരു വിത്ത് പെട്ടിയിലിട്ട് പൂട്ടിയാൽ അത് വർദ്ധിക്കുകയില്ല എന്ന് പറയുന്നു. നമ്മുടെ സമ്പത്ത് പെട്ടിയിൽ പൂട്ടി വച്ചതുകൊണ്ട് ഒരിക്കലും അവ വർദ്ധിക്കുകയില്ല. ആ വിത്ത് ആർക്ക് ദാനം ചെയ്യണം? നിലത്തിൽ വിതയ്ക്കണം. അത് 100 മേനിയായി വളരും. അപ്പോൾ ഇവിടെ നിലം എന്ന് പറയുന്നത് ശിവയോഗികളും ശിവജ്ഞാനികളും ശിവഭക്തന്മാരുമാണ്. ആ ശിവഭക്തന്മാർക്ക് പെട്ടിയിലിട്ട വിത്ത് കൊടുക്കുക, അതായത് അവർക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കുക. ഒരു വ്യക്തി തൻ്റെ സമ്പത്തിൻ്റെ ഒരു ഭാഗം ഇതേപോലുള്ള ശിവജ്ഞാനികൾക്ക് ശിവയോഗികൾക്ക് കൊടുക്കുക. ഈ ദാനം എന്നുള്ളത്, ഈ ദാനമല്ലാതെ ത്യാഗമാണ്. ഈ ത്യാഗം മഹത്തായ ഗുണങ്ങൾ ഉണ്ടാക്കിത്തരുമെന്നാണ് ഭാരതീയർ വിശ്വസിക്കുന്നത്. ഏത് മതമായിക്കൊള്ളട്ടെ, ആ മതത്തിലുള്ളവർ ഇതേപോലുള്ള ശിവ സാധകന്മാർക്ക് അല്ലെങ്കിൽ ശിവഭക്തന്മാർക്ക് ശിവയോഗികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ ആ ഭക്ഷണം മഹാ ഗുണങ്ങളെ ആ കൊടുക്കുന്നവന് ഉണ്ടാക്കിത്തരും എന്നാണ് പറയുന്നത്. ഇതാണ് നിത്യാനന്ദ ഭഗവാൻ പറയുന്നത്. ഒരു വിത്ത് പെട്ടിയിലിട്ട് പൂട്ടിയാൽ അത് വർദ്ധിക്കുകയില്ല, അത് ദാനം ചെയ്യുക തന്നെ വേണം. അല്ലെങ്കിൽ നിലത്ത് പാടത്ത് അത് വിതച്ചാൽ 100 മേനിയായിട്ട് വർദ്ധിക്കും. അതുപോലെ ശിവയോഗിക്ക് കൊടുത്ത ഭക്ഷണം സത്യത്തിൽ അത് കോടാനുകോടി പേർക്ക് കൊടുത്ത ഭക്ഷണമായിട്ട് അത് മാറും. കാരണം എല്ലാവരിലും ശിവനാണ് വസിക്കുന്നത്. ഇതാണ് തിരുമൂലദേവൻ ഈ മഹേശ്വര പൂജയിൽ പറയുന്നത്. അപ്പോൾ ദാനം സർവശ്രേഷ്ഠമാണ്. അതിലും അന്നദാനം സർവപ്രധാനം എന്നാണ് പറയുന്നത്. അന്നം ദാനം ചെയ്യുക, ഭക്ഷണം ദാനം ചെയ്യുക. ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ അതും ആർക്ക് കൊടുക്കണം? ശിവയോഗിക്ക്, ശിവജ്ഞാനിക്ക്, ശിവസാധകന്, ശിവഭക്തന് കൊടുത്താൽ. ശിവഭക്തൻ എന്ന് പറഞ്ഞാൽ നല്ല ഹൃദയമുള്ള മനുഷ്യർ എന്നാണ് അർത്ഥം. ശിവമനസ്സുള്ളവർ എന്നാണ് അർത്ഥം. ശിവമനസ്സെന്ന് വെച്ചാൽ നിഷ്കളങ്കമായ മനസ്സുള്ളവർ. നിഷ്കളങ്കരായ ആൾക്കാർക്ക് ഇതേപോലെ ദാനം ചെയ്യുന്നത് സർവശ്രേഷ്ഠമാണ് എന്നാണ് തിരുമൂലദേവൻ ഇവിടെ പറയുന്നത്. തമിഴകത്ത് പണ്ട് കാലത്ത് ഈ ശിവയോഗികൾക്ക് വളരെ വലിയ ഉന്നത സ്ഥാനമാണ് സമൂഹത്തിൽ കൊടുത്തിരുന്നത്. ഇന്നും പല സന്യാസ വിഭാഗത്തിൽപ്പെട്ടവരും ഭിക്ഷ എടുത്താണ് ജീവിക്കുന്നത്. ഒരു നേരത്തെ ആഹാരം പോലും അവർ സ്വന്തമാക്കി വച്ചിട്ടില്ല. അവർ ഭിക്ഷയെടുത്ത് ജീവിക്കുന്ന അനേകം സന്യാസി ശ്രേഷ്ഠന്മാരെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതെല്ലാം തന്നെ ഭാരതത്തിൻ്റെ മഹനീയ പാരമ്പര്യമാണ്. ത്യാഗം, ദാനം, ഇതില്ലാതെ ജീവിതം ശ്രേഷ്ഠമാകുകയില്ല. ശിവപൂജ എന്ന് വെച്ചാൽ ഈ ത്യാഗമാണ്, ഈ മഹാദാനമാണ്. ഈ മഹാദാനം ശിവസേവയാണ്, ശിവപൂജയാണ്. അതിലൂടെ ശിവൻ
ആ തൊണ്ടന് എപ്രകാരമാണോ സാലോക്യ മുക്തി കൊടുത്തത്, അതേപോലെയുള്ള മുക്തി ഈ ദാനധർമ്മം കൊണ്ട് ഒരു വ്യക്തിക്ക് ലഭിക്കുമെന്നാണ് തിരുമൂലദേവൻ ഇവിടെ പറയുന്നത്. ഓം ശിവായ തിരുമൂലദേവായ നമഃ.